ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്വാദിഷ്ടമായ മീൻ പീര വറ്റിച്ചതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നെത്തോലി കൊണ്ടാണ് ഈ പീര തയ്യാറാക്കുന്നത്. വറുക്കുകയും അരയ്ക്കുകയും കടുക് താളിക്കുകയും ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം. ഗുണങ്ങളേറെ അടങ്ങിയ ടേസ്റ്റിയായ മീൻ പീരയുടെ റെസിപ്പി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. 1/2 കിലോയോളം വരുന്ന നെത്തോലി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു. ചെറുതായി ചിരകിയ അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. കൂടാതെ 16 ചെറിയ ഉള്ളിയും നല്ല എരിവുള്ള 8 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും എടുത്തു. ചെറിയ ഉള്ളിയെല്ലാം കുറേശ്ശെയായി ഇടിയല്ലിലിട്ട് നന്നായി ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പീസ് കുടംപുളി 5 ചെറിയ കഷ്ണങ്ങളായി ഇളക്കിയെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ പീരയ്ക്ക് കുടംപുളിയാണ് നല്ലത്. ഇനി ഒരു മീൻ ചട്ടി എടുക്കാം. അതിലേക്ക് ചതച്ചെടുത്ത ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്തു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. പീരയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത പുളിയും പുളിവെള്ളവും ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ഇടുന്നത് ടേസ്റ്റ് കൂടാനും ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിടാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് നെത്തോലി ഇട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് ചെറുതായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1/4 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. മീൻ കുറച്ച് വെന്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കേണ്ട, പൊടിഞ്ഞു പോകും. ഇനി ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വളരെ ടേസ്റ്റിയായ നെത്തോലി പീര വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കറിയിലേക്ക് ഒഴിക്കാം. 1 തണ്ട് കറിവേപ്പില മുകളിലിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. നമ്മുടെ നെത്തോലി പെരട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.